started the 12 days pilgrimage trip. The first destination is Manipur. മധ്യപ്രദേശിലെ മാണിക്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളുടെ ടൂർ കോർഡിനേറ്ററായ ടൂർ ടൈംസ് കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിൽ കയറി ചിത്രകൂട് എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളും സിറ്റിയുമൊക്കെയാണിത്. മധ്യപ്രദേശിലെ ഒരു ചെറിയ ടൗണാണ് ചിത്രകൂട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 2 hours കൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. ചന്ദ്രലോക് എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടലിൻ്റെ നെയിം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള റൂമായിരുന്നു. നല്ല റൂമായിരുന്നു, AC റൂംസ് ആയിരുന്നു. ആസ് വി ചൂസ് ദ 2 AC ടിക്കറ്റ്സ് ഇൻ ട്രെയിൻ, അതുകൊണ്ട് തന്നെ നല്ല ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൂമിൽ എത്തി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ആ സ്ഥലം ഒന്ന് കാണാനായിട്ടൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം കണ്ട ഒരു ഓട്ടോറിക്ഷയാണ്. നമ്മുടെ കേരളത്തിലേതുപോലെയല്ല, നോർത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ഓട്ടോറിക്ഷയൊക്കെയാണ് ഓടുന്നത്. ദ വെരി നെക്സ്റ്റ് ഡേ രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ കമദ്ഗിരി, ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു കമദ്ഗിരി. കമദ്ഗിരി എന്നത് ഒരു പർവ്വതം ആണ്. വനവാസകാലത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലമായിരുന്നു കമദ്ഗിരി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പർവ്വതമാണ് കമദ്ഗിരി. ദ മീനിങ് ഓഫ് കമദ്ഗിരി ഇസ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു തരുന്ന പർവ്വതം എന്നാണ്. അവിടുത്തെ വിശ്വാസം അനുസരിച്ച് കമദ്ഗിരി പരിക്രമ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആഗ്രഹത്തെ സഫലീകരിച്ചെടുക്കുന്നു. അതായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റിക്കിടക്കുന്ന ഈ പർവ്വതത്തെ വിശ്വാസത്തോടുകൂടി നടന്നു ചുറ്റി തൊഴുത് വരുന്ന ആൾക്കാർക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റി കിട്ടും എന്നാണ് കമദ്ഗിരി പരിക്രമ മീൻ ചെയ്യുന്നത്. ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കമദ്ഗിരി 2-3 മണിക്കൂർ എടുക്കുന്നു കമദ്ഗിരി പരിക്രമ കംപ്ലീറ്റ് ചെയ്തു വരാനായി. അതിൻ്റെ ഇടയിൽ തന്നെ ഒത്തിരി അമ്പലങ്ങളും ചെറിയ കടകളും ഭക്ഷണശാലകളും എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന മലയാണ് കമദ്ഗിരി. ഇതിനെ ചുറ്റി വരുന്നതിനെയാണ് കമദ്ഗിരി പരിക്രമ എന്ന് പറയുന്നത്. 14 വർഷത്തെ വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഏറ്റവും കൂടുതൽ വനവാസകാലം ജീവിച്ചിരുന്ന സ്ഥലമാണ് ചിത്രകൂടും അവിടെയുള്ള കമദ്ഗിരിയും. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിരുന്നു കമദ്ഗിരി. ഇവിടെ നിന്ന് നേരെ പോയത് റാംഗഡിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ റാംഗഡുമായി വരുന്നത് വരെ ബൈ.